അപ്പോൾ തേർഡ് പാർട്ടായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. ക്വസ്റ്റ്യൻസ് എപ്പോഴും വരാറുണ്ട്. ടു പ്രെഡിക്റ്റ് ടേണിംഗ് പോയിൻറ്റ്സ് ഓഫ് ബിസിനസ് സൈക്കിൾ. സോ ഈ ബിസിനസ് സൈക്കിള് ടേണിംഗ് പോയിൻ്റ് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു, എക്സ്പാൻഷൻ, കോൺട്രാക്ഷൻ, പീക്ക് എന്ന് പറഞ്ഞിട്ട് ടേണിംഗ് പോയിൻ്റ് ഉണ്ട്, ട്രഫ് എന്ന് പറഞ്ഞിട്ടുള്ള ടേണിംഗ് പോയിൻ്റ് ഉണ്ട്, ബൂമുണ്ട്. അപ്പം ഇതിലേതാണ് ഇപ്പോൾ കറൻ്റ്ലി നടക്കണതെന്ന് അറിയാൻ എന്താ ചെയ്യേണ്ടത്? എങ്ങനെ ബിസിനസ് സൈക്കിള്, ഏത് ബിസിനസ് സൈക്കിളാണ് നിലവിലുള്ളതെന്നൊക്കെ എങ്ങനെയാണ് മനസ്സിലാവുക? ഈ ഇക്കണോമിക് വേരിയബിൾസിനെ നോക്കിയാൽ മതിയില്ലേ. അപ്പം നമുക്കിങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റണം ടേണിംഗ് പോയിൻ്റ് ഓഫ് ബിസിനസ് സൈക്കിൾ. അപ്പോൾ ചേഞ്ചസ് ഇൻ വെറൈറ്റി ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ് ടു മെഷർ ദ ബിസിനസ് സൈക്കിൾ. ബിസിനസ് സൈക്കിളിന് നമുക്ക് അളക്കാൻ പറ്റും. എങ്ങനെ? ഈ വെറൈറ്റി ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസിനെ നോക്കിയുള്ള ചേഞ്ചസ്, അതിലുള്ള മാറ്റങ്ങളിലൂടെ നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ടു പ്രെഡിക്റ്റ് വേർ ദി എക്കോണമി ഈസ് ഹെഡിങ്, എവിടേക്ക് എക്കോണമി പോയിക്കൊണ്ടിരിക്കുന്നതെന്നൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന, എക്കണോമിസ്റ്റുകൾ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ്. എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക എക്കണോമി എവിടേക്കാണ് ഹെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ബിസിനസ് സൈക്കിളിനെ മെഷർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ചേഞ്ചസ് ഇൻ എക്കണോമിക് ആക്ടിവിറ്റീസ്. ഇനിയാണ് ഈ എക്കണോമിക് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. ഈ ഇൻഡിക്കേറ്റേഴ്സ് നോക്കിയാൽ മനസ്സിലാവും ബിസിനസ് സൈക്കിളിലുണ്ട്, ഈ ബിസിനസ് സൈക്കിളിൻ്റെ ഇന്ന ഫേസിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് 3 കാര്യങ്ങൾ, 3 ഇൻഡിക്കേറ്റേഴ്സ് ആണുള്ളത്. ലീഡിങ് ഇൻഡിക്കേറ്റർ, ലാഗിങ് ഇൻഡിക്കേറ്റേഴ്സ് ആൻഡ് കോഇൻസിഡൻറ്റ് ഓർ കോൺകുറൻറ്റ് ഇൻഡിക്കേറ്റേഴ്സ്. വാട്ട് ഈസ് ലീഡിങ് ഇൻഡിക്കേറ്റർ? ലീഡിങ് ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ സിഗ്നൽ ദ ഓൺസെറ്റ് ഓഫ് ബിസിനസ് സൈക്കിൾ. ബിസിനസ് സൈക്കിളിൻ്റെ ഓൺസെറ്റ്, ബിസിനസ് സൈക്കിൾ വരാൻ പോകുന്നുണ്ട്, അതായത് ബിസിനസ് സൈക്കിളിൻ്റെ ആരംഭം നമുക്ക് മനസ്സിലാക്കി തരും. നമുക്ക് മനസ്സിലാവുക എപ്പോഴാണെന്നറിയോ? ഈ ലീഡിങ് ഇൻഡിക്കേറ്റർ നോക്കിയാൽ മതി. അതായത് ഈ എക്കണോമിക് ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഞാനിപ്പോൾ പറയാറില്ലേ, ഇക്കണോമിക് വേരിയബിൾസ് കാരണമാണ്. അതായത് സാമ്പത്തികമായിട്ടുള്ള കുറച്ച് ഘടകങ്ങളുണ്ടല്ലോ ഈ ബിസിനസ് സൈക്കിൾ വരണേന്ന്. അപ്പോൾ ഈ എക്കണോമിക് വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ കുറേ എണ്ണം ഉണ്ടല്ലേ, ഇൻകം, എംപ്ലോയ്മെൻറ്റ്, ഇതൊക്കെ. അപ്പം ഈ സംഭവങ്ങൾ തന്നെ, ഈ ഇൻഡിക്കേറ്റേഴ്സിനെ തന്നെ ഒരു ഗ്രൂപ്പായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചെടുക്കുക. ലീഡിങ് ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഇപ്പോൾ ഈ പറഞ്ഞ എക്കണോമിക് വേരിയബിൾസ് ആണ്. പക്ഷേ ഇവർക്കൊരു പ്രത്യേകത ഉണ്ട്. ഈ വേരിയബിൾസ് ചേഞ്ചസ് ബിഫോർ ദ എക്കോണമി സ്റ്റാർട്ട്സ് ടു ഫോളോ എ പാറ്റേൺ. ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഒരു ബിസിനസ് സൈക്കിളിൻ്റെ പാറ്റേൺ ഫോളോ ചെയ്യുന്നതിന് മുമ്പ് മാറുന്നതാണ്, ബിഫോർ മാറുന്നതാണ്. ഓക്കെ, ലീഡിങ് എന്ന് പറഞ്ഞാൽ ബിഫോർ. ഇത് മാറിക്കഴിഞ്ഞാൽ, ഈ ഒരു ഇൻഡിക്കേറ്റർ മാറിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അപ്പോൾ ബിസിനസ് സൈക്കിൾ വരാൻ പോണിട്ടാണ്. ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ സ്റ്റോക്ക് പ്രൈസില്ലേ, അതിന് ചേഞ്ച് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും സ്റ്റോക്ക് പ്രൈസിന് ചേഞ്ച് വരില്ലേ, ഇതാണ് ലീഡിങ് ഇൻഡിക്കേറ്ററിൻ്റെ എക്സാമ്പിൾ. അപ്പോൾ നമുക്ക് മനസ്സിലാവും ബിസിനസ് സൈക്കിൾ വരാൻ പോകുന്നുണ്ടെന്ന്. നമ്മൾ ലീഡ് ചെയ്യിപ്പിക്കും ഇങ്ങനെ ബിസിനസ് സൈക്കിൾ വരാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ സ്റ്റോക്ക് ഭയങ്കരമായിട്ട് കുറഞ്ഞു, സ്റ്റോക്കിൻ്റെ പ്രൈസ് ഭയങ്കരമായിട്ട് കുറഞ്ഞാലും നമുക്ക് മനസ്സിലാവും അപ്പോൾ ഇതൊരു ഇൻഡിക്കേറ്ററാണ്, അപ്പോൾ ഒരു ബിസിനസ് സൈക്കിൾ വരാൻ പോകുന്നുണ്ടെന്ന് മനസ്സിലാവും. അതുപോലെ തന്നെ ലാഗിങ് ഇൻഡിക്കേറ്റർ ഉണ്ട്. ലാഗിങ് ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ പാറ്റേൺ ഹാസ് ഓൾറെഡി ഒക്യൂർഡ്, വേരിയബിൾ ചേഞ്ച് ആഫ്റ്റർ ദ റിയൽ ഔട്ട്പുട്ട് ചേഞ്ചസ്. അതായത് ബിസിനസ് സൈക്കിൾ ഒക്യൂർ ചെയ്ത് കഴിഞ്ഞാൽ, ലാഗിങ് എന്ന് പറഞ്ഞാൽ തന്നെ അറിയാലോ, ആ പേരിൽ തന്നെ ഉണ്ട്. ബിസിനസ് സൈക്കിൾ ഒക്യൂർ ചെയ്ത് കഴിഞ്ഞാൽ, ഇമ്പോർട്ടൻ്റ് ആണ്, ബിസിനസ് സൈക്കിൾ ഒക്യൂർ ചെയ്ത് കഴിഞ്ഞിട്ട് മാറുന്ന ഇൻഡിക്കേറ്റർ ഉണ്ടാവുമല്ലോ, മാറുന്ന വേരിയബിൾസ് ഉണ്ടാവുമല്ലോ, അതാണിത്. അതിൻ്റെ എക്സാമ്പിൾ നമ്മൾ പറയും. ഇനി അടുത്താണ് കോഇൻസിഡൻ്റ് ഓർ കൺകറൻറ്റ് ഇൻഡിക്കേറ്റേഴ്സ്. കോഇൻസിഡൻ്റ് എന്ന് പറഞ്ഞാൽ ഒരേ സമയം നടക്കുന്നത്, സൈമുൾട്ടാനിയസ്ലി ഒക്യൂർ ചെയ്യുന്നത്. സൈമുൾട്ടാനിയസ്ലി വിത്ത് ദ ബിസിനസ് സൈക്കിൾ മൂവ്മെൻറ്റ്സ്. ബിസിനസ് സൈക്കിളിൻ്റെ മൂവ്മെൻറ്റ്സിൻ്റെ ഒപ്പം തന്നെ മാറുന്ന ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടായിരിക്കും. ആ മാറുന്ന ഇക്കണോമിക് വേരിയബിൾസിനെയാണ്, ആ ഒരു ഗ്രൂപ്പ് ഓഫ് ഇക്കണോമിക് വേരിയബിൾസിനെയാണ് കോഇൻസിഡൻ്റ് ഇൻഡിക്കേറ്റേഴ്സ്. എപ്പോൾ ബിസിനസ് സൈക്കിളിൻ്റെ ഒപ്പം തന്നെ അവർ മാറും. അതുപോലെ തന്നെ കറൻറ്റ് സ്റ്റേറ്റ് ഓഫ് ബിസിനസ് സൈക്കിൾ. ഇപ്പോൾ കറൻറ്റ് സ്റ്റേറ്റ് ഓഫ് ബിസിനസ് സൈക്കിൾ എന്താണെന്നുള്ളതും ഈ ഇൻഡിക്കേറ്റേഴ്സ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എന്തായാലും. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. എക്സാമ്പിൾസ് ആയിട്ട് എക്സാമിന് ചോദിക്കുള്ളൂ. ഈ ലീഡിങ് ഇൻഡിക്കേറ്ററിൻ്റെ എക്സാമ്പിളാണ് ചേഞ്ചസ് ഇൻ ദ സ്റ്റോക്ക് പ്രൈസ്. അതുപോലെ തന്നെ ന്യൂ ഓർഡേഴ്സ് ഫോർ ക്യാപിറ്റൽ ആൻഡ് കൺസ്യൂമർ ഗുഡ്സ്. ഫിനിഷ്ഡ് ഗുഡ്സിനും അതുപോലെ തന്നെ ഈ മെഷീൻസിനൊക്കെ, ഈ ഇൻ്റർമീഡിയറി ഗുഡ്സിനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഓർഡേഴ്സ്, ന്യൂ ഓർഡേഴ്സ് നമ്മൾ കൊടുക്കും, ഓർഡറുകൾ കൊടുക്കും.
ഓക്കെ, അതാണ് ലീഡിങ് ഇൻഡിക്കേറ്ററിൻ്റെ എക്സാമ്പിൾ. അതായത് എക്കോണമി ഈ ബിസിനസ് സൈക്കിൾക്ക് പോവാണ്. അപ്പോൾ ന്യൂ ഓർഡേഴ്സൊക്കെ വന്നു കഴിഞ്ഞു, അല്ലെങ്കിൽ സ്റ്റോക്ക് പ്രൈസ് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്തൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ പറയും എക്കണോമി എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുക, ഭൂമിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക എന്നൊക്കെ പറയില്ലേ. അതാണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും ഈ ഇൻഡിക്കേറ്റേഴ്സ് നോക്കിയിട്ട് ബിസിനസ് സൈക്കിൾ ഏതാണ് വരാൻ പോണേന്നുള്ളത്. 4 ബിസിനസ് സൈക്കിളിൻ്റെ ഫേസസ് ഇല്ലേ, അതൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ലാഗിങ് ഇൻഡിക്കേറ്ററാണ് അൺഎംപ്ലോയ്മെൻറ്റ്. അതായത് ഈ ബിസിനസ് സൈക്കിൾ ഒക്യൂർ ചെയ്ത് കഴിഞ്ഞാലുള്ള നാശനഷ്ടങ്ങളാണ് ഈ പറയുന്നത്. ലാഗിങ് ഇൻഡിക്കേറ്റർ അത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അൺഎംപ്ലോയ്മെൻറ്റ്, അപ്പം തൊഴിലില്ലാണ്ട് വന്നാൽ അപ്പം മനസ്സിലാവും റിസെഷനാണിപ്പോൾ. കോർപ്പറേറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലാസ്റ്റ്, അതായത് ഹിസ്റ്റോറിക്കൽ പെർഫോമൻസ് നോക്കുമ്പോഴാണ് പ്രോഫിറ്റ് നമുക്ക് കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ ഹിസ്റ്റോറിക്കൽ പെർഫോമൻസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പണ്ടത്തെ പ്രോഫിറ്റിനേക്കാളും കുറവാണ് ഇപ്പോൾ പ്രോഫിറ്റ് ഈ വർഷം കിട്ടിയത്, അല്ലെങ്കിൽ ഈ മാസം കിട്ടിയത്. ആണ് ഈ ലാഗിങ് ഇൻഡിക്കേറ്ററിനെ ഇറ്റ് റിഫ്ലക്റ്റ് ദ ഹിസ്റ്റോറിക്കൽ പെർഫോമൻസ് എന്ന് പറയുന്നത്. ഇനി ലേബർ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് നോക്കിയാൽ മനസ്സിലാവും കോസ്റ്റ് കുറഞ്ഞിട്ടാണോ അതോ ഭയങ്കര കോസ്റ്റ് കൂടിയിട്ടാണോ ഉള്ളതെന്നൊക്കെ നോക്കിയാലും ഇപ്പം ഒരു പ്രൊഡക്ഷൻ ഭയങ്കര കൂടുതലാണ്, അപ്പോൾ എംപ്ലോയ്മെൻ്റ് ഉണ്ട്, അപ്പോൾ ഇൻകം ഉണ്ട്. അപ്പം ഈ ബിസിനസ്സുകളൊക്കെ നല്ല ഇൻകം ഇൻക്രീസൊക്കെ കൊടുക്കും. അപ്പോൾ അവർക്ക് ഔട്ട്പുട്ടിന് വേണ്ടിയിട്ടുള്ള ലേബർ കോസ്റ്റ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഏത് സമയത്ത്, എക്സ്പാൻഷൻ്റെ സമയത്ത്. നേരെ മറിച്ച് കോൺട്രാക്ഷൻ്റെ സമയത്താണെങ്കിൽ, റിസഷൻ്റെ സമയത്തൊക്കെ ആണെങ്കിൽ പ്രൊഡക്ഷൻ കുറയും. അങ്ങനെ ലേബറിന് ചില ലേബറുകളൊക്കെ പറഞ്ഞയക്കും. അതുപോലെ തന്നെ ഇൻകം കുറയ്ക്കും, വേജസൊക്കെ കുറയ്ക്കുന്ന സമയത്ത് ലേബർ കോസ്റ്റ് വളരെ കുറവായിരിക്കും. അപ്പം ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലേ, അപ്പോൾ ഈ റിസഷനൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലല്ലേ നമ്മൾ ഈ ലേബർ കോസ്റ്റ് കുറയ്ക്കലും കൂട്ടലൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഈ ലാഗിങ് ഇൻഡിക്കേറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ എക്സാമ്പിൾസിൻ്റെ പേരൊക്കെ ലാഗിങ് ഇൻഡിക്കേറ്ററിനാവാൻ കാരണം. ഇനി അടുത്തതാണ് കോയിൻസിഡൻ്റ് ഓർ കൺകറൻറ്റ് ഇൻഡിക്കേറ്റർ. അതിൻ്റെ എക്സാമ്പിളാണ് GDP. ഒരേ സമയം, അതായത് ഇപ്പോൾ ഏതാ നടക്കണേ, ഇപ്പോൾ നടക്കണത് ഇപ്പോൾ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞൊരു ബിസിനസ് സൈക്കിളിൻ്റെ ഫേസ് ആണെങ്കിൽ GDP നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ കയ്യിലുള്ള പണപ്പെരുപ്പ്, ആൾക്കാരുടെ കയ്യിലുള്ള മണി ഇൻ സർക്കുലേഷൻ റൈസ് ആണെങ്കിൽ നമുക്ക് മനസ്സിലാവും. ബിസിനസ് സൈക്കിളിൻ്റെ ഒപ്പം മാറുന്ന ഇൻഡിക്കേറ്റേഴ്സാണിത്. പിന്നെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ നോക്കിയാൽ മതി. വൻ പ്രൊഡക്ഷൻ ആണെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ബിസിനസ് സൈക്കിളിൻ്റെ ഒപ്പമായിട്ട് സൈമിൾട്ടാനിയസ് ആയിട്ട് മാറുന്ന ഈ ഓരോ ഇൻഡിക്കേറ്റേഴ്സിനെ കുറച്ചും കൂടി ഒന്ന് പറഞ്ഞുതരാം. ലീഡിങ് ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ മെഷറബിൾ എക്കണോമിക് ഫാക്ടറാണ്. ഒരു എക്കണോമിക് ഘടകം തന്നെയാണ് മെഷറബിൾ ആയിട്ടുള്ള വേരിയബിൾ ദാറ്റ് ചേഞ്ചസ് ബിഫോർ, പ്രയർ എന്നൊക്കെ പറയാം. പ്രീ എന്നൊക്കെ പറഞ്ഞാൽ എന്താ, ബിഫോർ ദ റിയൽ ഔട്ട്പുട്ട് ചേഞ്ച്. അപ്പം റിയൽ ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുന്നതിന് മുമ്പ് ചേഞ്ച് ചെയ്യുന്ന സാമ്പത്തികമായിട്ടുള്ള ഘടകങ്ങൾ ഇൻഡിക്കേറ്റേഴ്സാണ്. ചേഞ്ച് ചെയ്യുന്ന മെഷറബിൾ ആയിട്ടുള്ള എക്കണോമിക് വേരിയബിളിനെയാണ് ലീഡിങ് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. ചേഞ്ച് പ്രയർ ടു ലാർജ് എക്കണോമിക് അഡ്ജസ്റ്റ്മെൻറ്റിന് മുമ്പ് ചേഞ്ച് വരുന്നതാണ്. ചേഞ്ചസ് ഇൻ സ്റ്റോക്ക് പ്രൈസ് ഒക്കെയാണ് നല്ല എക്സാമ്പിൾ. അടുത്താണ് ലാഗിങ് ഇൻഡിക്കേറ്റർ റിഫ്ലക്ട് ദ എക്കണോമീസ് ഹിസ്റ്റോറിക്കൽ പെർഫോമൻസ്. നേരത്തെ കോർപ്പറേറ്റ് പ്രോഫിറ്റ് എന്നൊക്കെ ഞാൻ എക്സാമ്പിൾ പറഞ്ഞില്ലേ, ലേബർ കോസ്റ്റ്, അതൊക്കെ ഹിസ്റ്റോറിക്കൽ പെർഫോമൻസ് കൊണ്ട് നമ്മൾ നോക്കുന്നതാണ്, അല്ലെങ്കിൽ മാറ്റുന്ന വേരിയബിൾസ്. ചേഞ്ചസ് ആർ ഒബ്സർവ്ഡ് ഓൺലി ആഫ്റ്റർ എൻ എക്കണോമിക് ട്രെൻഡ് ഹാസ് ഒക്യൂർഡ്. എക്കണോമിക് ട്രെൻഡ് ഒക്യൂർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു വലിയൊരു അഗ്രിഗേറ്റ് ഉള്ളൊരു എക്കണോമിക് അഡ്ജസ്റ്റ്മെൻറ്റ് നടന്നു കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് മനസ്സിലാവുള്ളൂ ഈ ഇൻഡിക്കേറ്റേഴ്സിനെ നോക്കിയാൽ. അപ്പോൾ ഇൻഡിക്കേറ്റേഴ്സിനെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എക്കണോമിയുടെ അവസ്ഥ എങ്ങനെയാണെന്നുള്ളത്. അപ്പം വേരിയബിൾ ദാറ്റ് ചേഞ്ച് ആഫ്റ്റർ ദ റിയൽ ഔട്ട്പുട്ട് ചേഞ്ച്. ഇനിയാണ് ലീഡിങ് ഇൻഡിക്കേറ്ററും ലാഗിങ് ഇൻഡിക്കേറ്ററും തമ്മിലുള്ള വ്യത്യാസം എന്താ. ഈ ലീഡിങ് എന്ന് പറഞ്ഞാൽ സിഗ്നൽ ദ ഓൺസെറ്റ് ഓഫ് ബിസിനസ് സൈക്കിൾ ആണെങ്കിൽ ലാഗിങ് ഇൻഡിക്കേറ്റർ കൺഫേം ദീസ് ട്രെൻഡ്സ്. ലാഗിങ് ഇൻഡിക്കേറ്റർ ഈ ട്രെൻഡുകളെ കൺഫേം ചെയ്യും. അപ്പം അൺഎംപ്ലോയ്മെൻറ്റ് നോക്കിയാൽ മനസ്സിലാവും റിസഷൻ ആണെന്നുള്ളത്, അപ്പോൾ കൺഫേം ചെയ്യും. ഓക്കെ, മറ്റേത് സിഗ്നൽ ദ ഓൺസെറ്റ് ഓഫ് ബിസിനസ് സൈക്കിൾ ആണെങ്കിൽ, ബിഫോർ ചേഞ്ച് ചെയ്യുന്നതാണെങ്കിൽ ഇത് കൺഫേം ദിസ് ട്രെൻഡ്സ്. അതായത് ഹിസ്റ്റോറിക്കൽ പെർഫോമൻസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇപ്പോൾ എക്കണോമി ഏത് ബിസിനസ് സൈക്കിളിലാണ് നിൽക്കണതെന്ന്. അപ്പം ആ ഇൻഡിക്കേറ്റേഴ്സാണ് ലാഗിങ് ഇൻഡിക്കേറ്റേഴ്സ്.
ലാസ്റ്റത്തെയാണ് കോൺകറൻറ്റ് അല്ലെങ്കിൽ കോ ഇൻസിഡൻറ്റ് ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ സൈമുൾട്ടാനിയസ് ഒരേ സമയം മാറുന്ന ഇക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ് ഒക്യൂർ സൈമുൾട്ടാനിയസ്ലി വിത്ത് ദ ബിസിനസ് സൈക്കിൾ ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ ഈ വാരിയബിൾസ് ഡിസ്ക്രൈബ് ദ കറൻറ്റ് സ്റ്റേറ്റ് ഓഫ് ദ ബിസിനസ് സൈക്കിൾ ആൻഡ് സെയിം പോയിന്റ് ഓഫ് ടൈം ഇറ്റ് ഹാപ്പൻസ്. അതായത് എന്താണോ ഒരു അഗ്രിഗേറ്റ് ചേഞ്ച് എക്കണോമിയിലുള്ളത്, ആ ഒരു ബിസിനസ് സൈക്കിൾ എന്താണുള്ളത് അതിൻ്റെ ഒപ്പം തന്നെ സെയിം ടൈം മാറുന്നതാണ്. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് പ്രൈസുകൾ അപ്പോഴത്തെ സ്റ്റോക്ക് മാർക്കറ്റ് പ്രൈസ് നോക്കിയാലും നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് തെറ്റിക്കരുത്. ഫസ്റ്റത്തെ ലീഡിങ് ഇൻഡിക്കേറ്ററിൽ ചേഞ്ച് ഇൻ സ്റ്റോക്ക് മാർക്കറ്റ് പ്രൈസ് ആണെങ്കിൽ ഇതിൽ കറൻറ്റ് സ്റ്റോക്ക് മാർക്കറ്റ് പ്രൈസാണ് നോക്കുക. ഓക്കെ, അങ്ങനെ ടെക്സ്റ്റിലുണ്ട് 2 എക്സാമ്പിൾ. അപ്പോൾ എല്ലാവരും ഇതുവരെ ഞാൻ എടുത്ത ക്ലാസ്സുകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല ഫ്രണ്ട്സിനൊക്കെ യൂസ്ഫുൾ ആവുമെന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. പിന്നെ എല്ലാവരെ കൊണ്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യിച്ചിട്ട് എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ എക്സാമിനെ പറ്റി ആലോചിച്ച് ടെൻഷനോ വറീഡോ ഒന്നും ആവരുത്, ആൻഷ്യസ് ഒന്നും ആവരുത്. +2 എക്സാമിനേക്കാളും സിമ്പിളാണ്. ഇക്കണോമിക്സ് എങ്ങനെ ടഫാന്ന് പറഞ്ഞാൽ കൊല്ലും ഞാൻ. കാരണം +2ൽ ഇത്രയധികം സംഭവങ്ങൾ വെള്ളം പോലെ ഒക്കെ ബൈഹാർട്ട് ചെയ്ത് പഠിച്ച് പോകേണ്ടത്. ഇത് വെറും മനസ്സിലാക്കിയാൽ മതി. എന്നിട്ട് മനസ്സിലായ കാര്യങ്ങളൊന്ന് ബബിൾ ചെയ്ത് വെച്ചാൽ മാർക്ക് കിട്ടും. അത്ര സിമ്പിൾ എക്സാമാണ്. അപ്പോൾ അതേപോലെ തന്നെ +2ലുള്ള പോലെ സ്ട്രിക്ട്നെസ്സോ അതുപോലെ തന്നെ എക്സാം എഴുതാൻ പോകുമ്പോൾ ആ ഒരു ഇതൊന്നുമില്ല. അല്ലേ, വളരെ സിമ്പിളായിട്ട് കളർ ഡ്രസ്സ് ഇട്ട് പോകുന്നു. മെയിനായിട്ട് വേണ്ടത് കുറച്ച് അറിവ് നമ്മൾ മനസ്സിലുണ്ടായിരിക്കണം. എന്നിട്ട് ധൈര്യമായിട്ട് പോയി എക്സാം എഴുതി വരുന്നു. വളരെ സിമ്പിളായിട്ടുള്ളൊരു എക്സാമാണിത്, അല്ലേ? ലെറ്റ് മീ ടെസ്റ്റ് യുവർ നോളജ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഇത് എൻ്റെ എക്സാമിൻ്റെ പേപ്പറായിരുന്നു. വെൻ ഓൺടർപ്രണേഴ്സ് ആർ പെസിമിസ്റ്റിക് അബൌട്ട് ഫ്യൂച്ചർ മാർക്കറ്റ് കണ്ടീഷൻ. ഞാൻ പറഞ്ഞു അവർ നിരാശപ്പെട്ടിരിക്കുക ഏത് സമയത്താണ്. അപ്പോൾ ഓപ്ഷൻ എ, ഇറ്റ് ഡസ് നോട്ട് ഇമ്പാക്ട് ദി എക്കോണമി. അങ്ങനെയല്ല, ഒരു ഫേസ് ആയിരുന്നു, ആ സമയത്താണ് പെസിമിസ്റ്റിക് ആവുക. പിന്നെ രണ്ടാമത്തേതാണ്, അപ്പോൾ ഫസ്റ്റത്തെ ഓപ്ഷൻ പോയി. പിന്നെ രണ്ടാമത്തേതാണ് എക്സ്പാൻഷനറി ഫേസ് മേ ബിഗിൻ. എക്സ്പാൻഷനറി ഫേസ് എന്തായാലും ബിഗിൻ ചെയ്യും. ഡിപ്രഷൻ കഴിഞ്ഞാലാണ് എക്സ്പാൻഷനറി ഫേസ് ബിഗിൻ ചെയ്യുക. അതായത് ട്രഫ് കഴിഞ്ഞാലാണ് ബിഗിൻ ചെയ്യുക. അപ്പോൾ കറക്റ്റായിട്ട് എൻ്റെ ക്ലാസ് കേട്ട കുട്ടിക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. കറക്റ്റായിട്ട് ഈ പെസിമിസം എപ്പോഴാണ് ഈ ഇൻവെസ്റ്റേഴ്സിൻ്റെ മനസ്സിൽ വരിക? കോൺട്രാക്ഷനിലല്ല വരിക. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, കോൺട്രാക്ഷനിലാണ് പെസിമിസം ആവുക. എന്നിട്ട് സിവിയർ ഫോം ഓഫ് ഇത് കോൺട്രാക്ഷനാണ് ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ തേർഡ് പോയിന്റ് നോക്കിയേ, എക്കണോമി ഫേസസ് കോൺട്രാക്ഷൻ ഇൻ എക്കണോമിക് ആക്ടിവിറ്റീസ്. യെസ്, അതാണ് ആൻസർ വരിക. ഓക്കെ, ഇൻവെസ്റ്റ്മെൻറ്റ് ടെൻ ടു ഇൻക്രീസ്. ഇല്ല, നിരാശപ്പെട്ടിരിക്കുകയാണ് ഇൻവെസ്റ്റേഴ്സെങ്കിൽ ഒരിക്കലും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യില്ല. അപ്പം ഏത് ഫേസിലാണ് പെസിമിസം കറക്റ്റായിട്ട് വരുന്നതെന്ന് അറിയണം. അതുപോലെ തന്നെ ഒപ്റ്റിമിസം വരുന്നുണ്ട്. അത് ഏത് ഫേസിലാണ് കറക്റ്റായിട്ട് വരിക? ഒപ്റ്റിമിസം എക്കണോമിക് റിവൈവ് ചെയ്യുമ്പോഴാണല്ലേ വരിക, അല്ലെ? റിക്കവറിയിൽ വരും, അതായത് എക്സ്പാൻഷനിലാണ് വരിക. പെസിമിസം എപ്പോഴും വരിക കോൺട്രാക്ഷനിലാണ്. പിന്നെ കോൺട്രാക്ഷൻ വളരെ സിവിയർ ആകുമ്പോഴാണ് ഡിപ്രഷൻ വരിക. അപ്പോൾ പിന്നെ അവർ ബോധം പോവും. അപ്പോൾ അവർ പെസിമിസവും ഇല്ല, ഒരു മിസ്സും ഇല്ലാണ്ട് ഇങ്ങനെ ഇരിക്കുള്ളൂ. അപ്പം കോൺട്രാക്ഷനിലാണ് എന്തുണ്ടാവുക? ചേഞ്ചസ് ഇൻ സ്റ്റോക്ക്, ന്യൂ ഓർഡേഴ്സ് ഫോർ ക്യാപിറ്റൽ ആൻഡ് കൺസ്യൂമർ ഗുഡ്സ് ആർ എക്സാമ്പിൾ ഓഫ് അതന്നെ ലീഡിങ് ഇൻഡിക്കേറ്റേഴ്സ്, അല്ലേ? നമ്മൾ പറഞ്ഞില്ലേ, ചേഞ്ചസ് ഇൻ സ്റ്റോക്ക് പ്രൈസ്, അതേ പോയിൻറ്റ്സ് തന്നെ. കറക്റ്റ് ആ മൈൻഡ് മാപ്പ് തന്നില്ല, അതിലത്തെ പോയിൻ്റ് തന്നെ. പിന്നെ വാരിയബിൾ ദാറ്റ് ചേഞ്ചസ് ആഫ്റ്റർ ദ റിയൽ ഔട്ട്പുട്ട് ചേഞ്ചസ് ആർ കോൾഡ് ഏതാ? ലാഗിങ് ഇൻഡിക്കേറ്റർ, അല്ലേ? റിയൽ ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്തതിന് ശേഷം വരുന്ന വാരിയബിൾസ്, ചേഞ്ച് ചെയ്യുന്ന വാരിയബിൾസ് ആണ് ലാഗിങ് ഇൻഡിക്കേറ്റേഴ്സ്. ഓക്കെ, ഇപ്പോൾ ഒരു കോൺഫിഡൻസ് ഒക്കെ വന്നില്ലേ? ഇങ്ങനത്തെ സിമ്പിൾ ക്വസ്റ്റ്യൻസേ വരുള്ളൂ. ഡോണ്ട് വെറി. ഓക്കെ, ഡോണ്ട് ടേക്ക് മോർ ടൈം ഓൺ ഈ എക്കണോമിക്സിനൊന്നും അധികം ടൈം എടുക്കരുത്. പിന്നെ നമ്മൾ മാരത്തോണൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുക. അല്ലാണ്ട് എക്കണോമിക്സിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യരുത്. എൻ്റെ ക്ലാസ് മാത്രം കണ്ടാൽ മതി.